ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കെയിൻസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തലക്കറിയാണ്. ആട്ടുംതല വെച്ചിട്ട് നല്ലൊരു കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കി എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചേരുവകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം. കുക്കർ ചൂടായപ്പോൾ ഏകദേശം വലിയ 3 സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുവാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 8 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, ചെറിയ ഉള്ളി കുറച്ച് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ച ചവയൊക്കെ പോയി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ആ പച്ചമണമെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയ്ക്കും കറിക്ക് ടേസ്റ്റ് കൂടും. എനിക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമാണ്. ഞാനതുകൊണ്ട് കുറേയേറെ കറിവേപ്പില ചേർക്കും. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് തക്കാളിയൊക്കെ നന്നായി വാടി കിട്ടണം. അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്. ഞാനിതിന് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് നല്ല കളറും കിട്ടും, അധികം എരിവും ഉണ്ടാകുകയില്ല. സാധാരണ മുളകാണ്, നല്ല എരിയായിരിക്കും. ഈ 1 സ്പൂൺ മുളക് പൊടിയുടെ ആവശ്യമേ ഉള്ളൂ. ഇത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 സ്പൂൺ ഗരം മസാല പൊടിയാണ്. എല്ലാ ഗരം മസാലയും മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടിത് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആട്ടുംതല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം വലിയൊരു ആട്ടുംതലയാണ് എടുത്തിരിക്കുന്നത്. തല ചേർത്തതിന് ശേഷം ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഈ മസാല ഒക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ്. ഇനി ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ചേർക്കുന്നതിന് നല്ല ചൂടുവെള്ളമാണ്, എന്നാലേ നല്ല കറിക്ക് കളറൊക്കെ കിട്ടത്തുള്ളൂ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് ഏകദേശം ഒരു 25 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നല്ല ഇത് വെന്ത് കിട്ടും. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം 25 മിനിറ്റ് സെറ്റ് ചെയ്താൽ കുക്കർ വെച്ചിരുന്നത്. ഇനിയിപ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ആ വെള്ളമൊക്കെ വറ്റി നല്ല ഇതായിട്ട് തലക്കറി കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണയൊക്കെ തെളിഞ്ഞ് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്കിത് പറ്റി കിട്ടണം, എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഈ പാകത്തിന് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. കറി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ള തലക്കറിയായത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായമൊക്കെ അറിയിക്കണം. കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കളറുണ്ടാവും. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വറ്റിയ പരുവത്തിൽ വേണം ഈ കറി എടുക്കാൻ. നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല കറിയാണ്. അപ്പോൾ കെയിൻസ് കിച്ചൻ്റെ വേറൊരു വീഡിയോ വേറൊരു റെസിപ്പിയായി കാണുന്നവരെ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.